വാർത്തകൾ തുടരുന്നു. ഓരോ ചുവടിലും ആനന്ദം എന്ന മുദ്രാവാക്യവുമായി മൂക്കന്നൂർ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മാരത്തണിൽ കൊച്ചുകുട്ടികളും മുതിർന്നവരുമടക്കം 1600ഓളം പേർ പങ്കെടുത്തു. മൂക്കന്നൂരിന്റെ ഗ്രാമീണ വഴികളിലൂടെ സംഘടിപ്പിച്ച മാരത്തോണിൽ 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ വിഭാഗങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്തമുണ്ടായി. മൂക്കന്നൂർ സേക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് ആരംഭിച്ച മാരത്തോൺ ജോൺസൺ കീർത്തി, ഔസേപ്പച്ചൻ വർഗീസ്, ജോഷ് മാൾ, മൂക്കന്നൂർ വികസന സമിതി ചെയർമാൻ പി ബേബി, സേവ്യർ ഗ്രിഗറി, ബൈജു ചാക്കോ എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. 10 കിലോമീറ്റർ വിഭാഗത്തിൽ വിജയികളായവർക്ക് മൂക്കന്നൂർ വികസന സമിതി ചെയർമാൻ ഡോക്ടർ പി ബേബി, മാരത്തോൺ കൺവീനർ ബൈജു ചാക്കോ, മാരത്തോൺ ചെയർമാൻ സേവ്യർ ഗ്രിഗറി, ജോസ് എബ്രഹാം, ബസ്റ്റിൻ ജോസഫ്, ഡോക്ടർ നിജോ ജോസഫ്, അഡ്വക്കേറ്റ് മെജോ ജേക്കബ്, ഫ്രാൻസിസ് വർഗീസ്, MK വർഗീസ്, ഷെറിൻ ഡേവിസ്, ടോമി കാളാമ്പറമ്പൻ, ബൈജു വെട്ടിക്ക, നെൽസൺ തോമസ് പാലാട്ടി, സൈമൺ തെക്കേടത്ത്, ആൻഡു വെട്ടിക്ക, സിനോബി ജോസ്, ജെയ്മി മടശ്ശേരി, ബിജു ലൂയിസ്, അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, ബെന്നി മൂഞ്ഞേലി, ജെയ്സൺ പാനിക്കുളങ്ങര എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർച്ചയായി ഇത് 3ാം തവണയാണ് മൂക്കന്നൂർ വികസന സമിതി മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. പങ്കെടുത്ത എല്ലാവർക്കും പ്രീമിയം ജേഴ്സി, ഫിനിഷർ മെഡൽ, നിരവധി സമ്മാനങ്ങളടങ്ങിയ ഗുഡീസ് ബാഗ്, പ്രഭാത ഭക്ഷണം എന്നിവ ഒരുക്കിയിരുന്നു. അടുത്ത വർഷത്തെ മൂക്കന്നൂർ മാരത്തോൺ എഡിഷൻ 4 2026 ജനുവരി 26 തിങ്കളാഴ്ച സംഘടിപ്പിക്കുമെന്ന് മൂക്കന്നൂർ വികസന സമിതി ചെയർമാൻ അറിയിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. IQACയുടെ സഹായത്തോടെ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് ത്രൂ ബിസിനസ് ഇന്നൊവേഷൻ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ അമേരിക്കയിലെ പ്യുവർട്ടോറിക്കോ സർവകലാശാലയിലെയും ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് റീഡിംഗിലെയും പ്രൊഫസറായ ഡോക്ടർ ജസ്റ്റിൻ പോൾ ഉദ്ഘാടനം ചെയ്തു. പ്രബന്ധം അവതരിപ്പിച്ചു. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഡെൽമ തളിയൻ, എറണാകുളം സെയിന്റ് ആൽബർട്ട്സ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജിതിൻ ബെനഡിക്ട് എന്നിവർ വിവിധ സെഷനുകളിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ഹൈഫൈ ഫൗണ്ടേഷൻ മെമ്പറും ടെക്നിക്കൽ അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവുമായി പ്രൊഫസർ ഡോക്ടർ യശ്പാൽ സിംഗ് ഓൺലൈൻ സെഷനിൽ പ്രബന്ധം അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കോളേജുകളിലെ അധ്യാപകരുടെയും ഗവേഷകരുടെയും പ്രബന്ധാവതരണങ്ങൾ നടന്നു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റെവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റെവറൻ ആൻഡോ വട്ടോലി, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം ഡീൻ പ്രൊഫസർ VJ തോമസ്, ആർട്സ് വിഭാഗം ഡീൻ പ്രൊഫസർ ഡോക്ടർ J സനിൽ രാജ്, കൊമേഴ്സ് വിഭാഗം അസോസിയേറ്റ് HOD ഡോക്ടർ ഹന്ന ജോസഫ്, സെമിനാർ കോർഡിനേറ്റർ ലിജി ജോർജ് എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ വിവിധ കോളേജുകളിലെ കോമേഴ്സ് വിദ്യാർത്ഥികൾ സെമിനാറിൽ പങ്കെടുത്തു. ആശംസകൾ നേരുക എന്നുള്ള ദൗത്യമായിട്ടാണ് ഞാനിവിടെ ആയിരിക്കുക. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ കുറിച്ച് ഒരു തുറന്ന മനസ്സോടുകൂടെ നോക്കിക്കാണാനും നമ്മളൊക്കെ ഓരോ that I am given an opportunity to introduce Dr. Justin Paul. Dr. Justin Paul, whole audience here itself is a testament that you have accepted this topic as well as accepted our invitation and being here. So thank you all of you. I wish today will be a in today's world where businesses play a pivotal role in driving. സംസ്ഥാനത്ത് റെക്കോർഡ് ഉയരത്തിൽ മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപയാണ് കുറഞ്ഞത്. 60,320 രൂപയാണ് സ്വർണ്ണവില താഴ്ന്നത്. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 7,540 രൂപയായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 രേഖപ്പെടുത്തിയ 59,640 രൂപ എന്ന റെക്കോർഡ് തിരുത്തി കഴിഞ്ഞയാഴ്ചയാണ് ആദ്യമായി സ്വർണ്ണവില 60,000 കടന്നത്. കഴിഞ്ഞ ബുധനാഴ്ച ഒറ്റയടിക്ക് 600 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില 60,000 കടന്നത്. അടുത്ത ദിവസവും വില വർദ്ധിച്ചതോടെ സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുമെന്ന സൂചനയാണ് നൽകിയത്. എന്നാൽ 2 ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവില കുറയുകയായിരുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 57,200 രൂപയായിരുന്നു പവൻ വില. ഇതാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരം. 3 ആഴ്ച കൊണ്ട് 3,200 രൂപ വർദ്ധിച്ച ശേഷമാണ് സ്വർണ്ണവില താഴ്ന്നത്. ആഗോള വിപണിയിലെ ചലനങ്ങളും ഡോളർ ശക്തിയാർജിക്കുന്നത് അടക്കമുള്ള ഘടകങ്ങളുമാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ചാലക്കുടി ചോല ആർട്ട് ഗാലറിയിൽ റെമനൻസ് എന്ന ചിത്രശില്പ പ്രദർശനം ആരംഭിച്ചു. പ്രശസ്ത ശില്പി VK രാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ VJ ജോജി അധ്യക്ഷനായി.
ചിത്രകാരൻ ഡോക്ടർ ഷാജു നെല്ലായി മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക പ്രവർത്തകൻ KV അനിൽകുമാർ മുഖ്യാതിഥിയായി. സുരേഷ് മുട്ടത്തി, ചോല ഡയറക്ടർ ജോമോൻ ആലുക്ക, ആർട്ടിസ്റ്റുകളായ KR കുമാരൻ, സ്മിജ വിജയൻ, PG ശ്രീനിവാസൻ, റോളി സൈമൺ എന്നിവർ സംസാരിച്ചു. പ്രമുഖ ശില്പികളും ചിത്രകാരന്മാരുമായ K രഘുനാഥൻ, VV വിനു, OC മാർട്ടിൻ, KR കുമാരൻ, PG ശ്രീനിവാസൻ, റോളി സൈമൺ, വേണു സെൻ, പ്രമുഖ ചിത്രകാരിയും ഫാഷൻ ഡിസൈനറുമായ സ്മിജ വിജയൻ എന്നിവരുടെ 30ഓളം കലാസൃഷ്ടികളുടെ പ്രദർശനം ഫെബ്രുവരി 10 സമാപിക്കും. ചാലക്കുടി നഗരസഭ പാർക്കുകളുടെ പരിപാലനം ഇനി അമൃത് മിത്ര പദ്ധതിയിലൂടെ. പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു. കുടുംബശ്രീ അമൃത് മിഷനുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന അമൃത് മിത്ര പദ്ധതിക്ക് ചാലക്കുടി നഗരസഭയിൽ തുടക്കമായി. തെരഞ്ഞെടുത്ത കുടുംബശ്രീ അംഗങ്ങൾക്ക് അടുത്ത 1 വർഷത്തേക്ക് തൊഴിൽ നൽകുന്ന ഈ പദ്ധതിയിൽ ചാലക്കുടി നഗരസഭയിലുള്ള കലാഭവൻ മണി പാർക്ക്, പൗലോസ് താക്കോൽക്കാരൻ പാർക്ക് എന്നിവയുടെ സൗന്ദര്യവൽക്കരണ പരിപാലന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. അമൃത് മിത്ര പദ്ധതി കലാഭവൻ മണി പാർക്കിൽ വെച്ച് നഗരസഭ ചെയർപേഴ്സൺ ഇൻചാർജ് ആലിസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ ചെയർമാൻ ബിജു എസ് ചെറിയത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ചൂടിന് ആശ്വാസമായി വ്യാഴാഴ്ചയോടെ മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. വ്യാഴാഴ്ച 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് 30 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം, തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യരേഖ ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല. നോർത്ത് ചാലക്കുടി വെള്ളിക്കുളം റോഡിൽ മാനാടൻ പരേതനായ ഡേവിസ് ഭാര്യ ഫാൻസി നിര്യാതയായി. 66 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 നോർത്ത് ചാലക്കുടി സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. കുറ്റിക്കാട് പൊറായി ലോനപ്പൻ മകൻ പൗലോസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നായരങ്ങാടി വള്ളത്തോൾ സ്മാരക വായനശാല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യക്ക് അഭികാമ്യമോ എന്ന വിഷയത്തിൽ ജനകീയ സംവാദ സദസ്സ് ഒരുക്കി. യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് ചൂടിന് ആശ്വാസമായി വ്യാഴാഴ്ചയോടെ മഴ സജീവമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അതിരപ്പള്ളി പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിലെ കാട്ടാനയുടെ ആക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ച കൃഷിയിടങ്ങൾ CPI നേതാക്കൾ സന്ദർശനം നടത്തി. ഓരോ ചുവടിനും ആനന്ദം എന്ന മുദ്രാവാക്യവുമായി മൂക്കന്നൂർ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ മാരത്തൺ സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.